റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എണ്ണ ടെർമിനലിനും നാവിക ബേസിനും നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ. റഷ്യൻ സർക്കാരിന്റെ വാർഷിക അന്താരാഷ്ട്ര ബിസിനസ് ഫോറം ഇന്നലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ തുടങ്ങിയ പശ്ചാത്തലത്തിലായിരുന്നു ആക്രമണം നടന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നഗരത്തിലെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സപ്പെട്ടു. അതിനിടെ റഷ്യൻ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ യുക്രൈനിലെ ഡോണെക്സിൽ ബസ്സിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ട വാർത്തകളും പുറത്തുവന്നു. പിന്നിൽ യുക്രൈൻ ആണെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. യുക്രൈൻ റഷ്യ സംഘർഷവും യുദ്ധവും അറുതിയില്ലാതെ തുടരുകയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ യുക്രൈനിലെ പ്രധാന നഗരങ്ങളായ കീവ്, നിപ്രോ എന്നിവിടങ്ങളിൽ റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 22 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. തകർന്നടഞ്ഞ അപ്പാർട്ട്മെന്റുകൾക്കും കെട്ടിടങ്ങൾക്കുമുള്ളിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റഷ്യയുടെ നിരന്തരമായ ആക്രമണങ്ങളെ ചെറുക്കാൻ അമേരിക്കയിൽ നിന്ന് അടിയന്തരമായി കൂടുതൽ പ്രതിരോധ സഹായങ്ങൾ നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അഭ്യർത്ഥിക്കുകയും ചെയ്തു. തലസ്ഥാന നഗരിയായ കീവിൽ മാത്രം 6 പേർ കൊല്ലപ്പെടുകയും 3 കുട്ടികൾ ഉൾപ്പെടെ 65 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിലെ നിരവധി ബഹുനില പാർപ്പിട സമുച്ചയങ്ങൾക്ക് തീപിടിക്കുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി കീവ് മേയർ വിറ്റാലി ക്ലിച്കോ അറിയിച്ചു. ആക്രമണ ഭീതിയെ തുടർന്ന് 41,000-ലധികം ആളുകളാണ് കീവിലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചത്. അടുത്ത കാലത്ത് രാത്രികാലങ്ങളിൽ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. തെക്കുകിഴക്കൻ നഗരമായ നിപ്രോയിലും റഷ്യൻ സേന കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിവെച്ചത്. 2 കുട്ടികൾ ഉൾപ്പെടെ 12 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. 35 പേർക്ക് പരിക്കേറ്റതായി റീജിയണൽ ഗവർണർ ഒലക്സാണ്ടർ ഹൻസ വ്യക്തമാക്കി. നഗരത്തിലെ 50ഓളം കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകളും സംഭവിച്ചു. ഇവിടെ റഷ്യ നടത്തിയ ഇരട്ട ആക്രമണത്തിൽ ഒരു രക്ഷാപ്രവർത്തകനും ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം. 4 നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇവിടെ തിരച്ചിലും തുടരുകയാണ്. ചൊവ്വാഴ്ച രാത്രി റഷ്യ 650-ലധികം ഡ്രോണുകളും 70 ബലിസ്റ്റിക് ക്രൂയിസ് ആന്റിഷിപ്പ് മിസൈലുകളുമാണ് യുക്രൈൻ നഗരങ്ങളിലേക്ക് തൊടുത്തുവിട്ടതെന്ന് പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു. ഈ വലിയ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈന് അടിയന്തരമായ ആവശ്യമാണെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യുക്രൈൻ ഇന്റലിജൻസ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം യുക്രൈൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 2 പേർ കൊല്ലപ്പെടുകയും 83 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിൽ റഷ്യ തങ്ങളുടെ അത്യാധുനിക ശബ്ദാതിവേഗ ബലിസ്റ്റിക് മിസൈലായ ഒറേഷ്നിക് പ്രയോഗിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തു. 4 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇത് 3-ാം തവണയാണ് റഷ്യ അത്യാധുനിക ആയുധം പ്രയോഗിക്കുന്നത്. ആണവമുനയോ അല്ലെങ്കിൽ പരമ്പരാഗത യുദ്ധമുനകളോ വഹിക്കാൻ ശേഷിയുള്ള ഒറേഷ്നിക് മിസൈൽ കീവിലെ ബിലാറ്റിസോക്ക നഗരത്തിലാണ് പതിച്ചതെന്ന് സെലൻസ്കി ടെലഗ്രാമിലൂടെ അന്ന് അറിയിച്ചിരുന്നു. കഴിഞ്ഞ മാസം റഷ്യൻ നിയന്ത്രണത്തിലുള്ള ലുഹാൻസ്കിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 21 പേരും കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുള്ള തിരിച്ചടിയായാണ് ഇപ്പോൾ നടത്തിയ ആക്രമണമെന്നാണ് റഷ്യയുടെ വിശദീകരണം. എന്നിരുന്നാലും സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നില്ലെന്ന റഷ്യയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നാണ് യുക്രൈൻ നിരന്തരമായി ചൂണ്ടിക്കാട്ടുന്നത്. അധിനിവേശം തുടങ്ങിയതു മുതൽ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.